ഇന്ന് നമുക്ക് വളരെ രുചികരമായ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് 1 സ്പൂൺ കറി മസാലപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം. ഇത് മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമുക്കിതൊരു 10-15 മിനിറ്റ് വെച്ചാൽ മതി. അതേ സമയം വെക്കണം എന്നില്ല. ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണ തന്നെയാണ് മസാല റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മൊരിയണം എന്നില്ല, ഈ ഒരു രീതിയിൽ മതി. സാധാരണ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കറിയിലേക്ക് എടുക്കുമ്പോൾ അധികം മൊരിയിക്കാതിരിക്കണതാണ് നല്ലത്. അപ്പോൾ ആദ്യത്തെ തവണ ഇട്ടത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തവണയും കൂടി എനിക്ക് പൊരിച്ചെടുക്കാനുണ്ട് കേട്ടോ. വലിയ പാത്രമാണെങ്കിൽ ഒറ്റ തവണ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. ചിക്കനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണ് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ പൊരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടാണല്ലോ പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ മസാലയ്ക്കുള്ളത് മാത്രമായിട്ട് നമ്മൾ ഇട്ടാൽ മതി, നോക്കിയിട്ടിടുക. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുക. ഒരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ഉള്ളി ചതച്ചതിട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അത് പച്ചമണം ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി അരച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ ആ പച്ചച്ചോവ ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചീരയും പുതിനയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് നിരത്തി കൊടുക്കുക. ഇതിലേക്ക് വെള്ളം കുറവാണെന്ന് തോന്നണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു മൂടി വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നമ്മൾ പൊരിച്ചെടുത്തതുകൊണ്ട് പാതി വേവ് എന്തായാലും ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചീര അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.